ഞാനും നീ ഇപ്പോ വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു വന്നത്. ഈ സിറ്റുവേഷനിൽ എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് താങ്ക്സ്. ദീപു എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? ഞങ്ങള് പറയുന്ന കേൾക്കാൻ നിക്കാതെ. അമ്മായി അമ്മയും മരുമകളും കൂടി നടത്തുന്ന ഗൂഢാലോചനയൊക്കെ പാവപ്പെട്ട ഞാനെന്തിനാ ചെവിക്കൊള്ളുന്നേന്ന് തോന്നി. ഒരു പാവപ്പെട്ടവൻ, ഒന്നും അറിയാൻ പാടില്ലാത്തൊരു നിഷ്കളങ്കൻ. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. എന്താ ദീപു? നാടൻ പെണ്ണ് ഞങ്ങളുടെ ലെവലിലേക്ക് വരുന്നുണ്ടല്ലോ. തന്ത്രം, കുതന്ത്രം, കുതികാലുവെട്ട്, പാരവയ്പ്, ചതി. എന്റെ അമ്മയുടെ കൂടെ ജീവിക്കണമെങ്കിലേ ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ വക കലകളില് നമ്പർ 1 നിന്റെ അച്ഛൻ പിള്ളയച്ചൻ. തരികിട വേലകളൊക്കെ പഠിക്കണമെങ്കിലേ അയാളുടെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. ആ പിള്ളച്ചന്റെ മോളെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഞാനൊരു പാവല്ലേ ദീപു? നീ അത്രയ്ക്ക് പാവമൊന്നല്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. ഇനി അതൊന്നും കുത്തിപ്പൊക്കി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അതവിടെ നിക്കട്ടെ. അല്ല, നീ എന്ത് ബുദ്ധിയാ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത്? അതെന്റെ ഈ തലച്ചോറിൽ ഉദിച്ച ഒരു ചെറിയ ബുദ്ധിയാ. ഓ, നിന്റെ തലച്ചോറത്ര നിസാരമൊന്നും അല്ല. ബുദ്ധിയുടെ കാര്യത്തില് നീ മോശക്കാരിയല്ല. അല്ല, അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത പ്ലാൻ എന്താ? റോഡിൽ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാ, എന്നിട്ട് അത് വല്യമാവന്റെ അവളുടെയും പെടലേക്ക് വെക്കുക. എങ്ങനെയുണ്ട്? അയ്യേ, ഇതാണോ നിന്റെ ബുദ്ധി? നീ ആ പിള്ളച്ചനുണ്ടായ സന്തതി തന്നെയാണോ? റോഡിലെ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അയാളെ പെടുത്താന്ന്. അയാള് 4 തവണകളിലായി 20 കൊല്ലം മിനിസ്റ്റർ ആയിരുന്ന ആളാ. അയാൾ ഇതിന്നൊക്കെ ഈസി ആയിട്ട് ഊരിപ്പോകും. നിന്റെ തല വെയിലത്തൊന്നും കാണിക്കല്ലേ. ആക്സിഡന്റ്. അച്ഛാ, നമുക്കിവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം മോളെ. പക്ഷെ ഇവരെ വണ്ടി കയറ്റാൻ ആരാ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു? ഹലോ, ഒന്ന് നിർത്തണേ. ആരോ ഇടിച്ചിട്ട് പോയതാ. ഇവരെ കാറിലോട്ട് നിന്ന് കയറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ. സാറ് വയ്ക്കോ? എന്തായാലും മോള് കൂടെയുള്ളതല്ലേ, വയ്ക്കോ. ഞങ്ങൾ ഇവരെ കൊണ്ടുവയ്ക്കോ? സാറ് വയ്ക്കോ? സാർ വയ്ക്കോ? ഉറപ്പാണല്ലോ? ഉറപ്പാ സാർ. വാ. അച്ഛാ, അവർക്കെന്തെങ്കിലും സംഭവിക്കോ? അറിയില്ല മോളെ, കുറച്ച് സീരിയസാ കണ്ടിട്ട്. ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. അവരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ വാഹനം മുൻ മന്ത്രി പ്രതാപ വർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതാപ വർമ്മയെ പോലെ ഏറെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ പ്രവൃത്തിയുണ്ടായത് എന്നതാണ് ഏറെ ദുഃഖകരം. കണ്ടില്ലേ, കൊടുത്താ കൊല്ലത്തും കിട്ടും അല്ലേമ്മ? പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പോഴിപ്പൊ ദൈവത്തിനൊന്നിനും ഡിലേ ഇല്ല. അപ്പൊ കൊടുക്കും. പഴക്കും പിണക്കമൊക്കെ അങ്ങനെ കിടക്കും. എന്തൊക്കെയായാലും അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കണം. ആര്? രാജുവോടി. കേട്ടോ അമ്മ അച്ഛൻ പറയുന്നത്? ഇവൻ പോവൂന്ന്.
ഈ അച്ഛന് നാണോ മാനോ ഒന്നും ഇല്ലാതായോ? നാണത്തിന്റെയും മാനത്തിന്റെയും പ്രശ്നമൊന്നുമല്ലടി. അവർക്കൊരു ആപത്ത് വരുമ്പോ പോയി അന്വേഷിക്കണ്ടേ? അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? അച്ഛൻ രാജുവിനെ പിന്നെ നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുക. ഇനി എന്തായാലും എന്റെ മോൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങോട്ട് പോണമെങ്കിൽ വർമ്മസാറും മോളും കൂടെ ഇവിടെ വന്ന് രാജുവിനോട് നമ്മളോട് ക്ഷമ ചോദിക്കണം. ഇനി അങ്ങോട്ട് പോയിട്ട് പ്രയോജനമൊന്നുമില്ല. എല്ലാം അമ്മയുടെ കയ്യില. എടീ, ഇവന്റെ ഉള്ളു നേറുക. നിങ്ങളാരും എന്താ ഇത് കാണാത്ത? എന്റെ മോന്റെ ഉള്ളു പൊള്ളിച്ചു വിട്ടത് വേറെ ആരുമല്ലല്ലോ, അവര് തന്നെയല്ലേ. എന്തായാലും എന്റെ മോൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആ പ്രതാപവർമ്മയുടെ പെരും തൃക്കോവില് നടക്കിരുത്താനുള്ള കാളയല്ല എന്റെ മോൻ. ഇവനെ ഞാൻ ഇനി അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. നീ അകത്ത് പോയി കിടന്ന് ഉറങ്ങടാ. ഉറക്കം വരുന്നില്ലമ്മേ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വേണുവേട്ട വന്നേ. ചേട്ടാ വന്ന്.